ഗംഭീര പടം. എങ്ങനെ രജനി ലോകേഷ് ജയിലറിനെ പോലെ ആക്കാൻ നോക്കിയിട്ട് കുറെ തവിടുകൂടി ആയി പോയിട്ടുണ്ട്. അമീർ ഖാനൊക്കെ ചുമ്മാ വന്നിട്ട് പോയി പുള്ളി. വേസ്റ്റ് ആയിരുന്നു പറഞ്ഞില്ല, ചുമ്മാ ഒരു കോമാളി. അമീർ ഖാന്റെ കാമ്യ യാതൊരുവിധ ഇമ്പാക്റ്റും ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ ഉപേന്ദ്രയുടെ കാമിയോ അവരുടെ കിൻഡ്രോ അടിപൊളിയായിരുന്നു. നമുക്കും തോന്നുന്നു നമുക്ക് ആമിർ ഖാന്റെ അതൊക്കെ കണ്ട് ചിരി വരും. കുഴപ്പമൊന്നുമില്ല. സൗബിൻ അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ പടം ഭയങ്കര ആവറേജ് ആയിരുന്നു. പണ്ടത്തെ പോലെ നമ്മളെ ലോകേഷിന്റെ ഭയങ്കര സെറ്റപ്പായിട്ട് കാണാൻ വന്ന സെറ്റപ്പിലായിരുന്നു, വലിയ സെറ്റപ്പിലായിരുന്നു. പക്ഷേ ഇത്രയും വലിയ കാസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അമീർ ഖാനൊക്കെ ചുമ്മാ വന്നിട്ട് പോയി പുള്ളി. വേസ്റ്റ് ആയിരുന്നു പറഞ്ഞില്ല, ചുമ്മാ ഒരു കോമാളിയായിട്ട് ഒരു കോമഡി രീതിയിൽ വന്നിട്ട് പോയി, അത്രേ ഉള്ളൂ. ലോകേഷിന്റെ പ്രതീക്ഷ പടമേ അല്ല. പടം സാധാരണ നമ്മുടെ ലോകേഷിന്റെ LCU ഒക്കെ കാണില്ലേ, അതുപോലെയൊക്കെ തന്നെ. പിന്നെ LCU ആയിട്ട് ബന്ധമൊന്നുമില്ല എന്ന് തോന്നി. പിന്നെ എടുത്തു പറയേണ്ടത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ്, ഒരു രക്ഷയില്ല. സൗബിനൊക്കെ പൊളിച്ചടക്കിയേക്കുക. പിന്നെ അതിൽ സൗബിൻ്റെ കൂടെ വന്നൊരു ലേഡി മലയാളി എന്നാണ് പറഞ്ഞത്, ആ ഒരു രക്ഷയില്ല. പിന്നെ എനിക്ക് തോന്നിയത് അത് ഈ പറഞ്ഞ നാഗാർജുന, ലാസ്റ്റ് അമീർ ഖാൻ, ഉപേന്ദ്രയുടെ കട്ട ആക്ഷനാണ്. ആക്ഷൻ സീക്വൻസ് ഒന്നും ഒരു രക്ഷയില്ല. നമ്മൾ പിന്നെ ഒരു 100% സംതൃപ്തി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് ഈസ് മിസ്സിങ്, അത്രേ ഉള്ളൂ. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകേഷ് കനകരാജിൻ്റെ പടത്തിൽ നമുക്ക് എപ്പോഴും ഓവർ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും. അപ്പോൾ പടം എപ്പോഴും അതിൻ്റെ മുകളിൽ വെക്കണം. ഞാൻ പറഞ്ഞത് നമുക്ക് വൺ ടൈം വാച്ചാണ്, ഡെഫിനറ്റ്ലി വൺ ടൈം വാച്ചാണ്. ആക്ഷൻസ്, വിഷ്വൽസ് എല്ലാം വേറെ ലെവൽ. നമുക്ക് KGF ഫണ്ട് ഇറക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലില്ലേ, അതില്ല, അത്രേ ഉള്ളൂ. സ്റ്റോറി വൈസ് ഒക്കെ എങ്ങനെയുണ്ട്? എന്നാ പ്രതീക്ഷിച്ച പോലെ സെക്കൻഡ് ഹാഫ് മൊത്തം ശോകമായിരുന്നു. ഒരു അമീർ ഖാനൊക്കെ കാമിയ വേസ്റ്റ്, അത് എന്നെ ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്ത കാമിയായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. സൗബിൻ അടിപൊളിയായിരുന്നു. സൗബിൻ്റെ റോള് കിട്ടുമായിരുന്നു. ഹൃദയാസൻ ഇല്ലാത്ത തവണത്തെ പോലും വെറുപ്പിച്ചു. ഈ ലൊക്കേഷൻ ഇപ്പോൾ ഓവർ ഹൈപ്പഡ് ആണെന്നുണ്ട്. ജയിലറിൽ ചെയ്തതിന്റെ നെൽസൺ ജയിലിൽ അത്രയും പോലും പറ്റത്തില്ല. മ്യൂസിക് വർക്ക് ആയി കഴിഞ്ഞാലും അതിൻ്റെ ഒരു ലെവലിലൊന്നും എത്തിയൊന്നുമില്ല. അനിരുദ്ധും എത്തിയില്ല, ലോകേഷും എത്തിയില്ല. സ്റ്റോറി ആവറേജ്, സ്റ്റോറി സ്ക്രീൻ പ്ലേ ആവറേജ്, അത്രേ ഉള്ളൂ. ആവറേജ് പടം, ചുമ്മാ കണ്ടിരിക്കും, അത്രേ ഉള്ളൂ. വേറെ ഒന്നും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പക്ഷേ ആമിർ ഖാൻ്റെ കാമ്യ യാതൊരുവിധ ഇമ്പാക്റ്റും ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ ഉപേന്ദ്രയുടെ കാമിയോ അവരുടെ കിൻഡ്രോ അടിപൊളിയായിരുന്നു. പക്ഷെ അവരുടെ കാമിയോയ്ക്ക് യാതൊരു ഇമ്പാക്റ്റും ഇല്ല, കഥയായിട്ട് യാതൊരു ബേസും ഇല്ല. പിന്നെ കമ്പാരിറ്റീവ്ലി ദയാലിൻ്റെ, അതായത് നമ്മുടെ സൗബിൻ സാഗറിൻ്റെ അടിപൊളി ഇതായിരുന്നു. പിന്നെ കമ്പാരിറ്റീവ് ശ്രുതിഹാസൻ്റെ അത്യാവശ്യം നല്ലൊരു റോളായിരുന്നു. ഇല്ല, വലിയ കുഴപ്പമില്ല. മറ്റേ വേറെ പടങ്ങളൊക്കെ സലാറൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ജമ്മാണ്. പിന്നെ കഥയും നമുക്ക് കുറെ കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുഴപ്പമില്ല. അത്യാവശ്യം ആവറേജ് ആയിട്ട് കണ്ടിരിക്കാവുന്ന ഒരു നോർമൽ പടം. ലൊക്കേഷൻ്റെ ഒരു ജയിലറിനെ പോലെ ആക്കാൻ നോക്കിയിട്ട് കുറെ തവിടുകൂടി ആയി പോയിട്ടുണ്ട്, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതെ. അതായത് അതേപോലെ ഒരുമിച്ച് സിഗരറ്റ് വലിക്കുന്ന സീനൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കും തോന്നുന്നു നമുക്ക് ആമിർ ഖാന്റെ അതൊക്കെ കണ്ട് ചിരി വരും. ചുമ്മാ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റ് ഇല്ലാണ്ട് കഥയായിട്ടൊരു യാതൊരു കൊണ്ടുവരണം പാനിൻ്റെ ആക്കണം എന്ന് കരുതി കൊണ്ടുവന്നു, തവിടുകൂടി ആയിപ്പോയി. അതിൻ്റെ ആവശ്യം ശരിക്കും പറഞ്ഞില്ല. അല്ലെങ്കിൽ എന്തൊരു ഇമ്പാക്റ്റ് ഉള്ള ക്യാരക്ടർ അത്, പ്രത്യേകിച്ച് ഒരു നേരത്തെ ഉള്ള ഡോണിൻ്റെ ഒരു മകൻ, അത്രേ ഉള്ളൂ. വെറുതെ ചുമ്മാ. അത്രയ്ക്കില്ലെങ്കിലും കുഴപ്പമില്ല. ക്യാമിയോ ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ? അത്യാവശ്യം വർക്കൗട്ട് ചെയ്യുന്നു. അത്രയുള്ള കാസ്റ്റ് ഒക്കെ ഓക്കെയാണ്. നല്ല മൂവിയായിരുന്നു, ഇഷ്ടപ്പെട്ടു. എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ മീൻസ് നമ്മളൊരു സ്റ്റാൻഡേർഡ് മൂവി ആയിട്ട് കാണുവാണെങ്കിൽ അടിപൊളിയാണ്. അമീർ ഖാൻ്റെ കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയാണ്, കൊള്ളാം. മ്യൂസിക് എപ്പോഴും അടിപൊളിയാണല്ലോ, എൻ്റെ ഇതിൻ്റെ അറിയാലോ, അതുപോലെ തന്നെ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഓക്കെ. പിന്നെ രജനീകാന്തിൻ്റെ അറിയാലോ എല്ലാവർക്കും, നല്ലതായിരുന്നു, കൊള്ളാം. ലാഗില്ല, സ്റ്റോറി നല്ല എൻഗേജിങ് ആണ്. പിന്നെ നല്ല സ്റ്റോറി ഉണ്ട്, നല്ല സ്റ്റോറി എക്സ്പെക്ട് ചെയ്യാം. ഇല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ പടം കാണുന്നേരം